വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനൊന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ചുമ്മാ ഷോർട്സ് മാത്രം ഇട്ടിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് പോവായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അപ്പോൾ രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല, പുറത്തുനിന്ന് ഉച്ചയ്ക്ക് കഴിക്കും. കുറച്ച് ലേറ്റായി, ഇന്നലെ കിടക്കാൻ തന്നെ ഒത്തിരി ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശാമ അവിടെ നിന്ന് കഴിക്കും. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇനി വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ഒരു ചായയും പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ സാലഡ്. ഇത് മാത്രമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിള്ളേർക്കും അത് തന്നെ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ തന്നെ നമ്മൾ ചോറൊക്കെ വെക്കും, അപ്പോൾ പിന്നെ അത് മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ വായോ ഞങ്ങളുടെ ഒരു ദിവസത്തെ എല്ലാം ഒന്ന് കാണാം. ഇതുണ്ടോ, രാവിലെ സാലഡ് കടലയാണ്, നമ്മുടെ നിലക്കടല നമ്മൾ വാങ്ങിച്ചിട്ട് വേവിച്ചിട്ട് അതിനകത്തേക്ക് ക്യാരറ്റൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കുക്കുംബർ, പിന്നെ നാരങ്ങ നീര്, ലെമൺ ജ്യൂസ്, പിന്നെ കുക്കുംബർ, പിന്നെ ഒനിയൻ, അത് മാത്രമേ ഇട്ടിട്ട് ചുമ്മാ ഒരു സാലഡ്. പിന്നെ ഇച്ചിരി പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ബോയിൽ ചെയ്ത എഗ്ഗ്, പിന്നെ ഒരു കപ്പ് ചായ, ഒരു കപ്പ് ഉണ്ടായിരുന്നു, പിള്ളേർക്ക് കൊടുത്തു. ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. ചായ കുടിച്ചിട്ട് ഇനി അടുത്തതുള്ളൂ. ഇനി ചോറ് അടുപ്പത്ത് വെക്കണം, കറി ഉണ്ടാക്കാനുണ്ട്. ഇന്ന് കൂർക്കിരിപ്പുണ്ട്, അപ്പോൾ അത് വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ ഉള്ള, പിന്നെ ചീരയുണ്ട്, ചുവന്ന ചീര ഉണ്ട്, അപ്പോൾ അതും തോരൻ വെക്കണം. ഫിഷും ഒന്നുമില്ല, എഗ്ഗ് ഇരിപ്പുണ്ട്. പിള്ളേർക്ക് ഓംലേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഇത് നമ്മുടെ കുട്ടൂസനൊരു മൂലയെ വന്നിരുന്ന് ചായ കുടിക്കുന്നതാണ് കാണുന്നത്. അവനിങ്ങനെയാണ്, അവൻ ചായയോ ഫുഡോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂലയിൽ പോവും, എന്നിട്ട് ഇതുപോലെ ചായ കുടിക്കും, അല്ലെങ്കിൽ ഫുഡ് കഴിക്കും. അതാണ്. അപ്പം ഹായ് പറ, ഹായ് ഹായ്, ഗുഡ് മോർണിംഗ് പറ, ഗുഡ് മോർണിംഗ്. കുഞ്ഞൂസ് പിന്നെ ഫുഡൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഒരു എഗ്ഗൊക്കെ കഴിച്ചിരിക്കാം അല്ലേ കുഞ്ഞൂസേ? സൈക്കിൾ ഓടിച്ചോണ്ടിരിക്കുക വീട്ടിനകത്തോട്ടോ അവൻ്റെ സൈക്കിൾ ഓടിക്കലൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കുറേ ദിവസത്തിന് ശേഷം ഭയങ്കര സ്ലോ ആയിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്, ഭയങ്കര കോൺഫിഡൻസോടെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി. ബട്ട് എനിക്കറിയില്ല, കാരണം ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഓക്കെ ആവും, എത്രത്തോളം കംഫർട്ടാവും എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷനായിരുന്നു. എന്തായാലും നമ്മൾ അതൊക്കെ നോക്കിയിരുന്ന് വെയിറ്റ് ചെയ്ത് ടൈം ആവട്ടെ അല്ലെങ്കിൽ ഒക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് നോക്കിയിരുന്നു കഴിഞ്ഞാൽ സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എടുക്കാണ്ട് കരുതി. കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞു കേട്ടോ. അതിനിടയിൽ ഹോളിംഗ് ബെല്ലടിച്ചത് നമ്മുടെ പുറത്തൊരു തൊട്ടപ്പുറത്ത് ആളുകൾ വന്നതാണ്, ഈ കോക്കനട്ട് റാപ്പർ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എടുത്തു കൊടുത്തു, നേരെ വേഗം അത് ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം നമുക്ക് അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു. അപ്പോൾ മട്ടരി ആട്ടോ യൂസ് ചെയ്യുന്നത്, എപ്പോഴും ഞങ്ങൾ മട്ടരിയാണ്. അപ്പോൾ അതിലാണ് ഈ തവിടൊക്കെ ഉണ്ട്, തവിടുള്ള അരിയല്ലേ, മറ്റേതൊക്കെ ആകുമ്പോൾ ഫാറ്റ് കൂടുതലുള്ളൂ, അതുകൊണ്ടാണ് മട്ടരി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേഗം ഞാൻ കഴുകിയിട്ടു. ഇപ്പോൾ കാലാകാലമായിട്ട് ഈ അരി തന്നെ അല്ലായിരുന്നു കേട്ടോ. ഈ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ ഞങ്ങൾ ഈ മട്ടരി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഹെൽത്തി ആണെന്ന് തോന്നിയതുകൊണ്ട് ഇപ്പം മട്ടരി യൂസ് ചെയ്യുന്നതാണ്. ഞങ്ങൾ പവിഴമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, പവിഴം റൈസാണ് യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റുണ്ട്, നാടൻ രുചിയൊക്കെ തോന്നിക്കും, ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്യാമ വന്നപ്പോൾ കുറച്ച് ചീര കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ ചീരയാണ് തോരൻ വെക്കുന്നത്, ചുവന്ന ചീര. നല്ലതാണെന്ന് തോന്നുന്നു, ഇലയൊന്നും കംപ്ലൈൻറ്റ് ഒന്നുമില്ല, നല്ല ഇലയായിരുന്നു.
അപ്പോൾ എപ്പോഴും സാധനം വാങ്ങുമ്പോൾ കൊണ്ടോട്ടിയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്നാണ് വാങ്ങുന്നപ്പോൾ കൊണ്ടോട്ടിയിലൊക്കെ ഫ്രഷായിട്ട് എപ്പോഴും കിട്ടും സാധനങ്ങൾ. ചീരയൊക്കെ രാത്രി ആയാലും ഫ്രഷായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ മുഴുവൻ എടുക്കുന്നില്ല, കുറച്ചേ എടുക്കുന്നുള്ളൂ, പകുതി എടുക്കുന്നുള്ളൂ. കാരണം മുഴുവൻ എടുത്താലും തീരൂല, നമ്മൾ കഴിച്ച് തീരൂല. അപ്പോൾ അതുകൊണ്ട് കുറച്ചെടുത്ത് ഞാൻ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇല ഇങ്ങനെ പറിച്ചെടുക്കുകയാണ് ഓരോ തണ്ടിയിൽ നിന്നോട്ട്. നമ്മൾ അരിയുന്നില്ല, ഇല അരിയാതെ ചുമ്മാ ഇടാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇല അരിഞ്ഞ് ഉള്ളതിനേക്കാളും എനിക്കിഷ്ടം ഈ ചുവന്ന ചീര എപ്പോഴും ഇങ്ങനെ ഇല നുള്ളിയിട്ട് നേരെ തോരൻ വെക്കുന്നതാണ് ഇഷ്ടം. തണ്ട് മാത്രം നമ്മൾ അരിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇലയൊക്കെ പറിച്ചെടുത്ത്, അത് കഴുകാൻ എളുപ്പമാണല്ലോ. മറ്റേതാകുമ്പോൾ എത്ര കഴുകിയാലും ചിലപ്പോൾ മണ്ണൊന്നും പോകില്ല. ഇതാകുമ്പോൾ ഇലയായിട്ട് നമ്മളിങ്ങനെ പറിച്ചെടുത്ത് കഴുകുവാണെങ്കിൽ അതിൽ മണ്ണെന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പോവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ തണ്ട് വളരെ കുറവായിരുന്നു കേട്ടോ, ആദ്യം ഇല്ലായിരുന്നു. പിന്നെ ഉള്ളതുപോലെ നമുക്ക് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ. മിക്കവാറും ദിവസങ്ങളിൽ ചീരയൊക്കെ തോരൻ വെക്കാനുണ്ടാവും കേട്ടോ. ചീര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും. വേറൊന്നുമല്ല, ചീരയൊക്കെ കഴിക്കണമല്ലോ മക്കൾ. എല്ലാ പച്ചക്കറികളും കഴിച്ച് ശീലിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാ പച്ചക്കറികളും ഞാൻ അവരെ കഴിപ്പിക്കാൻ മാക്സിമം നോക്കാറുണ്ട്. ഇപ്പം ഞാൻ നേരെ പോകുന്ന പച്ചമുളക് പറിക്കാനായിട്ടോ. നമ്മൾ നട്ടുണ്ടാക്കിയ പച്ചമുളക് തന്നെയാണ്. ഫ്രിഡ്ജ് നോക്കിയപ്പോൾ പച്ചമുളക് ഒട്ടും ഉണ്ടായില്ല. അപ്പോൾ നേരെ വന്ന് ഞാൻ നമ്മുടെ ചെടിയിൽ നിന്ന് പറിക്കുന്നതാണ് കേട്ടോ. കായ്ച്ച് തീരാറായി നമ്മുടെ ഈ പച്ചമുളക്. ഇനി ഇത് മാറ്റിയിട്ട് നമ്മൾ വേറെ നടണം. അപ്പോൾ കുറേ ഒഴിവാക്കാനുണ്ട് ചെടികളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വേഗം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടണം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ തണ്ടും സവാളയും പച്ചമുളകും അരിഞ്ഞതാണ് ആദ്യം ഇടുക കേട്ടോ. നമ്മൾ ഇല ഇടുന്നതിന് മുന്നേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ചീര ലാസ്റ്റ് ഇടുള്ളൂ. ചീര വേഗം ആവുമല്ലോ, തണ്ടാകുമ്പോൾ ഇച്ചിരി സമയം വേണമല്ലോ. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തണ്ടും സവാളയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ അരിയാത്ത ചീര കേട്ടോ. നമ്മൾ അരിഞ്ഞിട്ടില്ല, ചുമ്മാ അരിയാതെ. അത് വാടി വരുമ്പോൾ കാണാനും നല്ല രസമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ കേട്ടോ, ചെയ്യാത്തവരുണ്ടെങ്കിൽ. അങ്ങനെ കൂർക്ക് കുറച്ചധികം ദിവസമായി വീട്ടിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ചേ എടുത്തുള്ളൂ, മുഴുവൻ എടുത്തില്ല. കുറച്ചെടുത്ത് നമ്മളിങ്ങനെ തുണിയിലിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം എടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ ചീരയെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി കൂർക്ക് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് കുറച്ച് ചുരണ്ടി കളയാനുള്ളത് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിന് നേരെ നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കണം. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടാണ് ഫസ്റ്റ് വേവിക്കുന്നത്. അതിനകത്ത് ഞാനൊരു സ്പൂൺ ഇട്ട് ഇറക്കി വെച്ചു കേട്ടോ. കാരണം തിളച്ച് ഇങ്ങനെ വിസിലടിച്ചിട്ട് വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ കൂർക്ക വറുത്തരച്ച് വെക്കാതെ സവാളയും തക്കാളി ഇട്ട് മസാല പോലെ ആക്കിയെടുത്തു. പിന്നെ മുട്ട വറുക്കാനുണ്ടായിരുന്നു. സവാളയും പച്ചമുളകും ഒന്നും ഇടാത്ത റോ ആയിട്ടാണ് വറുക്കുന്നത്. കുട്ടൂസിന് ഇഷ്ടം അതാണ്. സവാളയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് പറിച്ച് കളയും. അപ്പോൾ വെറുതെ അങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ കുഞ്ഞൂനും കൂർക്ക എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അവനെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓടി വന്ന് എടുത്ത് തിന്നാൻ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാൻ ഓടി വന്നതാണ്. അങ്ങനെ നമ്മുടെ ഓംപ്ലേറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കണം. പോവാണിതാ നല്ല കൂർക്ക മെഴുക്കുവരട്ടി, ചീരത്തോരൻ, മുട്ട വറുത്തത്. ഇന്ന് ലൈറ്റ് ലഞ്ചാണ് കേട്ടോ, ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ സമയം ഇപ്പോൾ 1:49 കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പൊന്നും ഇല്ല, എന്നാലും പിന്നെ നേരത്തെ മക്കൾക്ക് കൊടുത്തപ്പോൾ ഞാനും കഴിക്കാൻ നേരം. അപ്പോൾ കുറച്ച് നേരം കിടക്കാമല്ലോ, അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ കിടന്നായിരുന്നു കേട്ടോ. കിടന്ന് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം മിറ്റടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇലകൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വീഴും കേട്ടോ. അപ്പോൾ ദിവസം ഡെയിലി മിറ്റം അടിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴേ ഞാൻ മിറ്റം അടിക്കാറുള്ളൂ. കാരണം രാവിലെ മൊത്തം ഇങ്ങനെ കൊഴിഞ്ഞു വീഴും അടിച്ചു കഴിയുമ്പോൾ. പിന്നെ ഇന്ന് 2-3 തവണയായിട്ട് അടിക്കണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ അടിച്ചൊക്കെ വാരിക്കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ചെടികളിലൊക്കെ ഒന്ന് നോക്കിയിരിക്കും. എന്തെങ്കിലും വെള്ളം ഒഴിക്കേണ്ട വരുമോ, വെള്ളം ഒഴിക്കണോ എന്നെല്ലാം നോക്കും. ചെടികളിലോട് കുറച്ച് നേരം ചെടികളുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയൊക്കെ ഇരിക്കും. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ
നമ്മൾ പിള്ളേർക്ക് കളിക്കാൻ കുറച്ച് നേരം പിള്ളേർ കളിക്കാനുണ്ടായിരുന്നു. കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് കളിക്കാനായിട്ട് അവരെ കുറച്ച് നേരം വൈകുന്നേരം വിട്ടു ഇങ്ങനെ കളിക്കാനായിട്ട്. പുറത്തേക്കൊന്നും എവിടെയും പോവാറൊന്നുമില്ലല്ലോ, വീട്ടിൽ തന്നെയല്ലേ മക്കൾ. അപ്പോൾ അവർക്കും ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട് അവരെ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ കുറച്ച് നേരം കളിക്കാനായിട്ട് വിടും. അതിൻ്റെ സന്തോഷം ഉണ്ടാവും പിള്ളേർക്ക് എപ്പോഴും. അത് കഴിഞ്ഞ് കുറച്ച് വാഴയില തൊട്ടപ്പുറത്ത് പറമ്പിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ. വാഴയില എന്തിനാന്ന് വെച്ചാൽ അട ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുഞ്ഞൂസ് ഇങ്ങനെ ഇലയട ഉണ്ടാക്കി തരണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വാഴയില നമ്മൾ ഇരിക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റിൽ ഇല്ല. അപ്പോൾ തൊട്ടപ്പുറത്ത് പറമ്പിൽ നിന്ന് വേണം ചോദിക്കാൻ. അപ്പോൾ ആ ചേട്ടനോട് ഞാനൊരു വാഴയില ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ഒരു വാഴ തന്നെ മുറിച്ചുകൊണ്ട് തന്നു. അപ്പോൾ ഞാൻ പിന്നെ അതെല്ലാം കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പുറകിലോട്ട് പോയി. പിന്നെ സമയമായി നമ്മൾ എന്നും ചെയ്യുന്ന ശീലം പ്രാർത്ഥിക്കാനായിട്ട് വിളക്ക് കത്തിച്ചിരുന്നു. കുറച്ച് നേരം പ്രാർത്ഥനയൊക്കെ ചൊല്ലി സമാധാനത്തോടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഇറക്കി വെച്ച് സമാധാനത്തോടെ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വിളക്കെടുത്ത് വെച്ചതിന് ശേഷം വേഗം അടയുണ്ടാക്കാനായിട്ടോ കയറിയത്. അപ്പോൾ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ശർക്കരയും കുറച്ച് ഏലക്കയും ജീരകവും എല്ലാം ചിരണ്ടി പൊടിച്ച് വെച്ചു. പിന്നെ മൈദയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മൈദ കൊണ്ടാണ് ഞാൻ അടയുണ്ടാക്കാറ്. എനിക്കതാണ് ഇഷ്ടം, പിള്ളേർക്കും അതാണ് ഇഷ്ടം. ഇലയുടെ വേവിച്ചല്ല എടുക്കുന്നത്, ഞങ്ങൾ ചുട്ടാണ് എടുക്കുന്നത്. അതാണ് ഇഷ്ടം. ആ ചുട്ട മണവും ആ വാഴയിലയുടെ രുചിയും എല്ലാം ആ അടയിലുണ്ടാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മൈദയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അരിപ്പൊടിയിൽ ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. ഒരു തവണ ഉണ്ടാക്കി സെറ്റായില്ല, പിന്നെ ഞാൻ ട്രൈ ചെയ്യാൻ നിന്നില്ല കേട്ടോ. അതാണ് സത്യം, അല്ലാതെ വേറൊന്നുമല്ല. വാഴയില പിന്നെ നമ്മൾ നമ്മുടെ അടയ്ക്ക് ആവശ്യമുള്ള ഇലയ്ക്കനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്തേക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു 6-7 ഇല ഇങ്ങനെ കട്ട് ചെയ്ത് കഴുകി എടുത്തു. അതിനകത്തേക്ക് നമ്മൾ മൈദയും ഇച്ചിരി ഉപ്പും വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇതുപോലെ നൈസായിട്ട് പരത്തണം. നൈസായിട്ട് പറഞ്ഞാൽ ഭയങ്കര നൈസായിട്ട് പരത്തണം. കട്ടിയാകുമ്പോൾ തിന്നാൻ കൊള്ളൂല കേട്ടോ. അപ്പോൾ നൈസായിട്ട് പരത്തി എടുക്കണം കേട്ടോ. നന്നായിട്ട് പരത്തി എടുത്തതിന് ശേഷം നമ്മുടെ ശർക്കരയും തേങ്ങയും ഏലക്കയും ജീരകമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. മൊത്തമായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണേ. അടയ്ക്കുള്ളതെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാനുള്ള തവ അടുപ്പത്ത് വെക്കണം. എന്നിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കിടത്ത് മാറ്റി കൊടുക്കണം. ഞാൻ 2 വെച്ചു കേട്ടോ. കാരണം എന്താ പറയുക, ഒരെണ്ണം വെച്ച് കഴിയുമ്പോൾ ഒരെണ്ണമല്ലേ കിട്ടത്തുള്ളൂ. പിന്നെ ഇവിടെ ഒരെണ്ണം ആകുമ്പോൾ തന്നെ ഇവിടെ വിശക്കുക എന്ന് പറയും. അതുകൊണ്ട് വേഗം തന്നെ ഞാൻ 2 വെച്ചു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുത്താൽ മതി. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അട റെഡിയാവും. ഏകദേശം നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് തിരിച്ചിടണം കേട്ടോ. നല്ല ചൂടുണ്ട്, കൈ കൊണ്ടാണ് എടുക്കുന്നത്. ഞാൻ തവിയെടുത്ത് ചെയ്യായിരുന്നു. പരന്ന തവി ഉണ്ടെങ്കിൽ എടുത്ത് മറിച്ചിട്ടാൽ മതി. ഞാനപ്പോൾ അത് ഓർത്തില്ല. അങ്ങനെ ഏകദേശം നമ്മുടെ അട അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ വാഴയിലൊക്കെ ഇങ്ങനെ എടുത്തു. നല്ല മണം വരുന്നുണ്ട്, ഏലക്കയുടെയും ജീരകത്തിൻ്റെയൊക്കെ ചുട്ട മണവും വാഴയിലയുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വേഗം അവർക്ക് കഴിക്കാൻ കൊടുക്കണം. അതിന് മുന്നേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് വേഗം ഞാൻ എടുത്ത്. നല്ല ചൂടുണ്ട് കട്ടൻ ചായ. അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ സിറ്റൗട്ടിലേക്ക് എനിക്കുള്ളത് കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നു. അവർക്ക് ഞാൻ ചായ കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ അവർക്ക് കൊണ്ടുവന്നു. കഴിക്കാൻ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചായ കൊടുത്തു കഴിയുമ്പോൾ അവർ ചായ കുടിക്കും. കഴിക്കുന്ന സാധനം കഴിക്കേണ്ട കാര്യമൊക്കെ മറക്കും. അപ്പം ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തായിരുന്നു കുഞ്ഞൂസാണ് കേട്ടോ. എനിക്ക് ഇടയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. എൻ്റെ കുഞ്ഞൂസ് തന്നെയാണ്. എന്നെ കുറേ ഹെൽപ്പ് ചെയ്യും കേട്ടോ അവൻ, പാവം. അത് കഴിഞ്ഞ് ഞാൻ നല്ല ചൂടുണ്ടായിരുന്നു, ഊരിയൊക്കെ കഴിക്കണേ. അപ്പോൾ കുട്ടൂസ് ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് ഓടി വന്നപ്പോൾ ഞാൻ അവന് കഴിക്കാൻ എടുത്തു വെച്ചിരുന്ന പ്ലേറ്റ് വേഗം എടുത്തു കൊടുത്തു. അതിൽ കഴിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് ഒത്തിരി പണ്ടേ ഇഷ്ടമാണ്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അമ്മ എപ്പോഴും ഉണ്ടാക്കി. ഞാൻ എനിക്ക് +1 +2 പഠിക്കുന്ന സമയത്ത് ഞാനിത് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും ചോദിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് എടി അട ഉണ്ടാക്കി തരണം ഞാൻ വരുമ്പോൾ എന്നൊക്കെ.
അങ്ങനെ കുട്ടൂസം കഴിക്കുന്നതാട്ടോ. അവൻ കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി വന്നതാണ്. ഞാൻ കഴിക്കാൻ ഇരുന്നപ്പോൾ വീണ്ടും ഇരുന്ന്. അപ്പോൾ ഞാൻ കഴിക്കണ കണ്ടപ്പോൾ കുഞ്ഞിന് ഒരു വാ വേണമെന്ന് പറഞ്ഞപ്പോൾ അവനും ഞാൻ കൊടുത്തു. അത് കണ്ടപ്പോൾ കുട്ടൂനും ഒരു വാ വേണമെന്ന് പറഞ്ഞപ്പോൾ അവനും ഒരു വാ കൊടുത്തു. ചായയും ചൂട് ചായ അധികം കടുപ്പമൊന്നും ഇടാറില്ല കേട്ടോ. ഞാൻ ചായക്ക് എനിക്കതാ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ചായ വടയും എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി കുഞ്ഞൂസിനെ കുറച്ച് നേരം ഞാൻ ഇരുത്തി പഠിപ്പിക്കും. അപ്പോൾ ആ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടൂസിൻ്റെതായ കളികളിൽ ഏർപ്പെടും. കുട്ടൂസ് അങ്ങനെ ശല്യം ചെയ്യാനൊന്നും വരത്തില്ല ചേട്ടനെ. അപ്പോൾ ഞാനപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അവൻ എന്നെ നോക്കുന്നതാണ് കേട്ടോ. അവൻ നോക്കി ഓരോരോ ആക്ഷൻസ് കാണിക്കുന്നതാണ്. അവൻ്റെ ഷൂ ഒക്കെ, ഈ ഷൂ ഉണ്ടല്ലോ എപ്പോഴും അവൻ്റെ കാലിലുണ്ടാവും. ഉറങ്ങുമ്പോഴും വീട്ടിനകത്താണെങ്കിലും പുറത്തേക്കാണെങ്കിലും അവൻ ഷൂ ഇല്ലാത്തൊരു ഇതില്ല. അപ്പോൾ വേഗം വന്ന് എനിക്ക് ഉമ്മയൊക്കെ തരാം കേട്ടോ എൻ്റെ കുഞ്ഞൂസ്. ഞാൻ അവനെ പഠിപ്പിക്കുമ്പോൾ വഴക്ക് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അവന്. അതുകൊണ്ട് ഞാൻ ചീത്ത പറഞ്ഞു കഴിയുമ്പോൾ വേഗം എനിക്കിങ്ങനെ ഉമ്മ ഒക്കെ തരും. അപ്പം നമ്മളിതിപ്പോൾ എങ്ങോട്ട് റെഡി ആയിക്കണമെന്ന് അറിയോ? ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ് രേഖാചിത്രം കാണാണ്ട്. കുറേ ദിവസമായി റിലീസായ അപ്പം മുതൽ റിവ്യൂ കണ്ടിട്ട് പോകണം എന്ന് വിചാരിച്ചൊരു സിനിമ. അപ്പോൾ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. രാത്രി 10 മണിയുടെ ഷോ ആട്ടോ ബുക്ക് ചെയ്ത്. അപ്പോൾ അധികം ലേറ്റ് ആവാതെ തന്നെ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിട്ടോ. അങ്ങനെ സിനിമയൊക്കെ അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല റിവ്യൂ ആയിരുന്നു. പക്ഷെ എനിക്ക് വല്ലാതെ ഒരു ക്രൈം ത്രില്ലറായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും ഓക്കെ ആയിരുന്നു, നല്ല മൂവി ആയിരുന്നു. നമുക്ക് കുറ്റം അധികം പറയാനൊന്നും ഉണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കൊണ്ടോട്ടിയിലെത്തി. അവിടെ ഞങ്ങൾ സെഷ്വാൻ ഫ്രൈഡ് റൈസ് പാർസൽ വാങ്ങിയിട്ട് 2 എണ്ണം. കാരണം ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സെഷ്വാൻ ഫ്രൈഡ് റൈസ് വിട്ടൊരു കളിയില്ല. അങ്ങനെ അത് ഞങ്ങൾ വീട്ടിൽ പോയി സുഖമായിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം. ഞങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങൾ പറയണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അതാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം നമ്മളെ കുറേ വീഡിയോസ് ഇട്ടിട്ട് വരുവാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്.